എനിക്ക് ഒരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3ാം ടേമിലേക്കുള്ള അധികാര പ്രവേശനത്തിന്റെ പ്രഖ്യാപനമായിരിക്കും നാളെ രാവിലെ വോട്ടെണ്ണുന്നത് മുതൽ നടക്കാൻ പോകുന്നു. അവൻ എന്താ പറഞ്ഞത്? റിസൾട്ട് വന്നു കഴിയുമ്പോ അമുട്ട് പൊട്ടിക്കുന്നത് എന്റെ മുഖത്താണെന്ന്. എന്നിട്ടോ എന്തൊക്കെ ബഹളമായിരുന്നു. പാവങ്ങളുടെ കഞ്ഞിപ്പാത്രം ഊതി വീർപ്പിക്കാൻ മറ്റാരുണ്ട്, 110 സീറ്റ്, അങ്ങനെ ദാസൻ ഫ്യൂസായി. എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 110 സീറ്റാണ് ഉന്നം വെക്കുന്നത്. ഉന്നം നമുക്ക് പണ്ടേ കൃത്യമാണല്ലോ, അതുകൊണ്ട് 110 തികച്ച് കിട്ടി. 140 ഉന്നം വെച്ചിരുന്നെങ്കിൽ വിജയം കുറെ കൂടെ മിന്നിയേനെ കേട്ടോ. നിരപ്പേൽ തറവാടിന്റെ അടിത്തറകളഞ്ഞു. ആ സാഹചര്യം ഇപ്പോഴും ഉണ്ട്. നേരത്തെ അതിനെ കൂടി ആ സാഹചര്യം കൂടിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സീറ്റ് വർദ്ധിപ്പിച്ചില്ല. വർദ്ധിപ്പിച്ചോളൂ. ഗണിതത്തിൽ നമ്പറുകൾ ഇനിയും കിടക്കുകയല്ലേ മുകളിലോട്ട്. വായ കൊണ്ട് ഇത്രയും ഓവർ ഡ്യൂട്ടി ചെയ്തിട്ടും ഒരു ഫലം ഉണ്ടാകാതെ പോയല്ലോ മാസ്റ്ററെ. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും അതാ നല്ലത്. പറഞ്ഞതും ചെയ്തതും ഒക്കെ മതി. ഇപ്പൊ വൈകിട്ട് എന്താ മോനെതിരേശ പരിപാടി? രക്തഹാരങ്ങൾ വാടിയിട്ടില്ല, കട്ടൻ ചായ ആറിയിട്ടില്ല, പരിപ്പ് വട കുതിർന്നിട്ടുമില്ല. ഇപ്പോ ആഘോഷിക്കല്ലേ? ആഘോഷിക്കണം. ബക്കറ്റ് എടുക്കേണ്ടി വരും. കക്കുസി പോവാനോ? പിരിവിന്. കേരളത്തിലെ പൊതുജനത്തിന് ഇത്രയും വിവരം വെച്ചത് ആഘോഷിക്കുക തന്നെ വേണം. വീടും ഒറ്റയ്ക്ക് തലയെ ചുമന്നുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോകത്തിന്റെ ഉച്ചിയിലെത്തിച്ച ബിന്ദു ചേച്ചിയുടെ ദുഃഖത്തിലും ഞങ്ങൾ ആത്മാർത്ഥമായി പങ്കുചേരുകയാണ്. പിന്നെ ജംഗ്ഷൻ തോറും കള്ളൊഴുക്കിയിട്ടും രായേഷണ്ണനോട് മലയാളികൾ കാണിച്ച നന്ദികേടിനെ പറ്റിയും ഈ സമയത്ത് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. മോശമായിപ്പോയി, മോശം. അങ്ങോട്ട് കൂടി ഒന്ന് പോടോടുന്നു. അപ്പോഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയേട്ടാ. ജോസിന് ഇച്ചിരി കാറ്റുകൊള്ളട്ടെ. Just wait and see.